അവന്റെ അച്ഛൻ വലിയ ആളാണെന്ന് പറഞ്ഞ് അതിനെപ്പോഴും റൗഡിത്തരം കാണിക്കാന്നാണോ? മനസ്സിലായി. ഈ ഏരിയയിലെ കൗൺസിലർ എന്ന അധികാരം വെച്ച് പറയുക അവനൊന്ന് വരട്ടണം സാർ. നോർത്ത് പോലീസ് സ്റ്റേഷൻ. നമസ്കാരം സാർ. സാറത്ത് എങ്ങനെ? വളരെ നല്ല പയ്യനാ. പയ്യൻ കുറച്ച് റഫാ. അങ്ങനെയാണോ? എന്നാ ജനങ്ങൾക്ക് ഉപകാരം ചെയ്യാൻ മുന്നിലുണ്ടാവും എപ്പോഴും. ശരി. കേട്ടില്ല സാർ. ഹലോ സെൻട്രൽ പോലീസ് സ്റ്റേഷൻ. പറയൂ സാർ. സാറത്ത് എങ്ങനെ? വളരെ നല്ല ക്യാരക്ടർ സാർ. എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ അതിലിടപെടും സാർ. ഓഹോ, അതിലൊരു ന്യായം ഉണ്ടാവും. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം അവൻ വളരെ നല്ലവനാണ്. ശരി സാർ, ഞാൻ നോക്കിക്കോളാം. കേട്ടില്ല സാർ. എന്താടാ ബാബു, എന്താ കേസ്? ചെറിയൊരു അടിപിടി കേസ്. ഞങ്ങളെ പൊക്കി ലൈറ്റായിട്ട് സ്ക്രാച്ച് ആയി. അതിനാണ് പിടിച്ച് അകത്തിട്ടത്. മര്യാദക്ക് ഇരുന്നോടാ. അതൊന്നുമില്ല ചേട്ടാ, ഞാൻ നോക്കിക്കളാം ചേട്ടാ. ഇതപ്പടിക്ക് സാർ, പിള്ളേർക്ക് ബിരിയാണി വാങ്ങിച്ചു കൊടുക്കുക. ചേട്ടാ സാറിന്റെ കൂടെ കണ്ട വാങ്ങിച്ചു തരില്ല. അതൊക്കെ തരും. വാടാ വരട്ടേട്ടാ. ശരി. എത്ര സീറ്റ് ഞാൻ കൺട്രോൾ ചെയ്തിട്ടുണ്ട്. ഇതുപോലത്തെ ആളുകളെ ഞാൻ എത്രയും കണ്ടേക്കുന്നു. അതല്ലേ ഞാൻ നോക്കിക്കോളാം. സാർ, സാരത്ത് വന്നോ? പുറത്ത് വെയിറ്റ് ചെയ്യുക. ഇങ്ങോട്ട് വിട. ഓക്കെ ശരി സാർ, ഞാൻ വരട്ടെ സാർ. കളിക്കണല്ലേ, അകത്തോട്ട് ചെല്ല്. നിനക്ക് വെച്ചിട്ടുണ്ട്. ആണുങ്ങളായ നേരിട്ട് മുട്ടണം. നിന്നെ പോലെ കുറെ എണ്ണത്തിനെ കണ്ടതാ. പോയിക്കോ, ഇത് നോക്കാൻ എനിക്കറിയാം. പോ, അകത്തോട്ട് പോ. സാർ, നിന്റെ പേരിൽ കുറെ കംപ്ലൈൻറ്റ്സ് ഉണ്ടല്ലോ, കുറെ റൗഡിസം ചെയ്തിട്ടുണ്ടല്ലോ. അങ്ങനെയൊന്നുമില്ല സാർ. ശരി, ഇരിക്കേ. താങ്ക് യു സാർ. നിന്നെപ്പറ്റി അന്വേഷിച്ചു. എല്ലാവർക്കും നല്ല അഭിപ്രായമാണ്. എന്നാലും എല്ലാ ദിവസവും ഒരുപോലെ ആയിരിക്കില്ലല്ലോ. ശരി സാർ, അതുകൊണ്ട് ശ്രദ്ധിക്കണം. നിന്റെ നമ്പർ തന്നിട്ട് പോകണം. ഓക്കെ സാർ. എല്ലാവരും സഹായിക്കുന്നുണ്ടല്ലേ? അങ്ങനെയൊന്നുമില്ല സാർ. എനിക്ക് പറ്റുന്ന പോലെ ജനങ്ങൾക്ക് ചെയ്യണമല്ലോ. എന്ത് ഹെൽപ്പ് ആവശ്യം വന്നാലും എന്നെ വന്ന് കാണാം. ഉറപ്പായിട്ടും സാർ. പോയിട്ട് വാ. താങ്ക് യു. നമ്മൾ വിശ്വസിച്ച ASP അവൻ്റെ ഫ്രണ്ടായി. ഇനി നമ്മൾ വേണം അവനെ ഇറങ്ങി അടിക്കാൻ. എങ്ങനെയാണെങ്കിലും അവൻ ലിംഗാബാറിൽ വരും. അവിടെ വെച്ച് അവനെ തീർത്തേക്കടാ. ട്ടോ. ആ, ഇവിടെ ഒരു ഹണിബി, ഒരു 2 സോഡ, പിന്നെ ഒരു ചിക്കൻ ചില്ലിയും കൂടെ എടുത്താലേ. എന്താ തൊട്ട് കുടിക്കണ്ടെന്ന് വിചാരിച്ചിരുന്ന എന്താടാ? നിനക്ക് വേണ്ടി കുടിക്കണമെന്ന് ഞാൻ തീരുമാനിച്ചു. കേരളത്തില് നമസ്കാരം. നമസ്കാരം. ആര് പരിചയക്കാരാണോ? അതൊന്നുമല്ല, ഡെയിലി 6 മണിക്ക് ഇവിടെ കാണുന്ന. നിനക്ക് എല്ലാം പരിചയക്കാരാണല്ലോ. ഒരു സോഡ എടുക്കടാ. പിന്നെ എന്താ കളിയാ? ഒരുത്തിനെയും ബാറി കാണുന്നില്ലല്ലോ. നല്ല പിള്ളകളായിട്ടുണ്ടാവും. ഓരോരുത്തരും നല്ല പിള്ളായിട്ടുണ്ടാവില്ലേ? കുടിക്കാൻ പൈസയിലായിരിക്കും. ഓ, അതായിരിക്കും. എന്താടാ സിറ്റുവേഷൻ ശരിയല്ലട്ടോ. എന്ത് സിറ്റുവേഷൻ? എന്ത് ശരിയില്ലാന്ന്? ചുറ്റിലെല്ലാവരും ടൂറിസ്റ്റോട് അസംബ്ലായിരിക്കുക. എടാ മണ്ട, നീ ഇപ്പോഴാണ് കാണുന്നേ? ഞാൻ വരുമ്പോഴേ കണ്ടതാ. പിന്നെ എന്തിനാണ് ഇങ്ങോട്ട് വന്നത്? പുറത്തോ വെയിറ്റ് ചെയ്യളിയാ. നിന്റെ ഭയാണ് അവരുടെ ബലം. എടാ ഷൺമുഖം, ആദ്യം 2 ബീർ താ, പിന്നെ ഒരു ഹാഫ് താ, പിന്നെ 2 ചില്ലി ചിക്കൻ എടുത്തോ. എന്താടാ കണ്ണു മിഴിച്ചോണ്ടിരിക്കുന്ന? നീ കാഴ്ചക്കാരനെ ഇരുന്നാ മതി. അവിടെ അളയാ, ബീറും ഹോട്ടും ചേർത്തടിച്ചാ എങ്ങനെ ഉണ്ടാവും അറിയോ?
ഇതിനാഗ്രഹിച്ചാടാ ഞാൻ കുടുങ്ങിയ. നന്നാവില്ലയോ? ആ ശരി, നീ ഒരു കാര്യം ചെയ്യ്. ഫോൺ ഒരു കോൾ ചെയ്യട്ടെ. ഫോൺ നിന്റെ കയ്യിലല്ലേ, എന്തിനാണ് ചെയ്യുന്നത്? എൻ്റെ കയ്യിലുണ്ടല്ലേ? ശരി ശരി, ശരി അളിയാ. ഹലോ അളിയാ വസന്തേ, നീ എവിടെയാ? കുടി കുടുംബം തുലയ്ക്കുന്ന പറയുന്നത് ശരിയാ. ഇനി ഓസി കുടിക്കുന്ന ആഗ്രഹിക്കാനേ പാടില്ല. നമ്മൾ അവർക്ക് സ്കെച്ചിട്ട് പോകരുത്, നമുക്കിട്ട് വട പോ. വഴി വിടറാ, വലിയ വലിയ മഹാന്മാരൊക്കെ പോകട്ടെ. സാധനം എങ്ങനെ വെക്കണ്ടെന്നറിയോ? അതിങ്ങടത്തെ എടുക്കടാ ഇങ്ങോട്ട്. സാധനം എങ്ങനെ വെക്കണ്ടെന്ന് വെച്ചാ ഇങ്ങനെ വെക്കണം. എങ്ങനെ എങ്ങനെ എടുക്കണം? ഇങ്ങനെ എടുക്കണം. നീ നിന്റെ കൗൺസിലറോട് പോയി പറ AK-47 പീരങ്കി എല്ലാം കണ്ടിട്ട് തന്നെ വന്നിരിക്കുന്നത്. വെറുതെ വന്നിട്ട് ഓലപ്പടക്കം പിടിച്ചിട്ട് കേട്ടോ കേട്ടോ എന്ന് വെച്ചാൽ എങ്ങനെയാടാ കേക്ക? ഓടറാ. ഹലോ, എന്താ മോനെ കൗൺസിലറെ? ബോറടിക്കുന്നു. ചുണയുള്ള ആമ്പിള്ളാരെ പറഞ്ഞു വിടും, ഇല്ലെങ്കിൽ ഒരു മൂലക്കിരുന്ന് കളി കാണും. സമ്മതിച്ചോ? ഇല്ല മാഡം, എത്ര അടി കൊടുത്തിട്ടും ഞാൻ കൊന്നിട്ടില്ല എന്നാ പറയുന്നേ. ഇത്ര അടി വാങ്ങിച്ചിട്ട് കൊന്നില്ലെന്നാണോ പറയുന്നേ? ഒഴിക്കടോ ആ കെമിക്കല്. ദേഹം മൊത്തം നീരട്ടെ അവന്. കുടിക്കാനാണെങ്കിൽ വെള്ളമില്ല, കുഴൽ കിണറിനാണെങ്കിൽ കാശുമില്ല. അത് സംബന്ധിച്ചൊരു മീറ്റിംഗ് വിളിച്ച് സംസാരിക്കുവാളിയാ. നമ്മുടെ ഏരിയയില് ഈ കിണറ്റിൽ മാത്രമേ ശുദ്ധമായ കുടിവെള്ളം ഉണ്ടായിരുന്നുള്ളൂ. ചെളി കോരി കളയാത്തോണ്ട് കിണർ ഭയങ്കരമായിട്ട് മോശമായി പോയി. നമ്മുടെ ഏരിയയിലെ പെണ്ണുങ്ങളെല്ലാം വളരെ ദൂരത്ത് പോയി വെള്ളം എടുക്കേണ്ട സ്ഥിതിയായിപ്പോ. ചെളിയെടുക്കാനായിട്ട് കളക്ടർക്ക് പെറ്റീഷൻ കൊടുത്താ. MLA-യോടും ഞങ്ങളുടെ സമുദായ നേതാക്കന്മാരോടും സംസാരിച്ചതാ. പക്ഷെ ഒരു പ്രയോജനം ഉണ്ടായില്ല. അതുകൊണ്ട് നാട്ടുകാരോട് സംസാരിച്ച് കാശ് വാങ്ങി ബോറിടാനായിട്ട് ദീപകിനോട് സംസാരിച്ചപ്പോഴേക്കും ചേട്ടൻ വന്നു. എന്താടാ, എത്രയാവും? ഒരു 40-50,000 രൂപ ആവളിയാ. അത്രയല്ലേ ഉള്ളൂ? നാട്ടുകാരോടൊന്നും കാശ് വാങ്ങിക്കണ്ട, ഞാൻ തന്നോളാം. നമുക്ക് നോക്കാം. ശരിയല്ലേ? എന്താളിയാ, ശരിയല്ലേ? നാളെ തന്നെ പണി തുടങ്ങണം. പ്രശ്നം സോൾവ് ആയില്ലേ? വെള്ളം വരും, സന്തോഷമായിട്ട് പൊക്കോ. എന്തര് ആരൊക്കെ നമ്മുടെ ഏരിയയിൽ കാർ നിർത്തിയിട്ട് നടു റോഡിൽ നിന്ന് സംസാരിക്കും? ദീപകന്റെ കൂട്ടുകാരനാണ് ചേട്ടാ. ജനസേവനെന്നും പറഞ്ഞൊരു ചുറ്റിയടിച്ച് നടക്കുന്ന പിള്ളേരാണ് ചേട്ടാ. വണ്ടി എടുക്കടേ. ആരടാ? ഇവനാണ് ഇവിടെ സമുദായ നേതാവ്. ഇവനില്ലാതെ ഇവിടെ നല്ലതും ചീത്തയും ഒന്നും നടക്കില്ല. ഇവൻ ആരെ ചൂണ്ടിക്കാണിക്കുന്നു അവനാണ് ഇവിടെ കൗൺസിലർ. വോട്ട് ചെയ്യാൻ പറഞ്ഞാൽ ചെയ്തിരിക്കണം. ഈ ഏരിയ അവന്റെ കൺട്രോളിലാണ്. അത്ര വലിയ ആളാണ് അവൻ. വിരട്ടിയിട്ട് പോകുന്നു. ഈ ഏരിയ നമ്മുടെ കൺട്രോളില്ല. ശരിയല്ലേ സുരേഷ്? ഇപ്പൊ തന്നെ ബോറിടണം. ശരി ഏട്ടാ. വസന്ത്, ബോർ വണ്ടിക്ക് ഫോൺ ചെയ്തിട്ട് വരാൻ പറ. ആരടവന്മാര് നമ്മുടെ ഏരിയയിലൊന്നും ഒരു വാക്കുപോലും ചോദിക്കാതെ ഇങ്ങനെ ചെയ്തോണ്ടിരിക്കുന്നത്? അവൻ ഇനി മേലെ ഈ ഏരിയയിൽ വരാൻ പാടില്ല. നോക്കിക്കോളാം ചേട്ടാ. പാടാ.